ഈ വീഡിയോയിൽ നിങ്ങൾ ഉഷ ജെനോമിയുടെ ഡാണിംഗ് ഫുട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കും. ഈ ഫുട്ടിന് 2 ഉപയോഗങ്ങളുണ്ട്. ഡാണിങ്ങിനും സ്വതന്ത്രമായ എംബ്രോയിഡറിക്കും ഇത് ഉപയോഗിക്കാം. ഡാണിംഗ് ഫുട്ട് ഉപയോഗിക്കുന്നതിലൂടെ സ്റ്റിച്ചുകൾക്കിടയിൽ വിടവുകൾ വരാതെ കൃത്യതയുള്ള സ്റ്റിച്ചുകൾ ലഭിക്കുകയും അതോടൊപ്പം തുണിത്തരങ്ങൾ സൂചിയുടെ അടിയിലൂടെ ചലിപ്പിക്കുമ്പോൾ വിരലുകൾക്ക് സംരക്ഷണവും ലഭിക്കുന്നു. ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉഷ ജെനോമി ഡാണിംഗ് ഫുട്ട്, ഫ്രീ മോഷൻ ഡാണിംഗ് പഠിക്കുന്നതിനായി ചതുരത്തിലുള്ള തുണിക്കഷ്ണം, അത് നിങ്ങൾക്ക് എംബ്രോയിഡറി ഡിസൈനുകൾക്കായി ഉപയോഗിക്കാം. മെൻഡിംഗ് പഠിക്കുന്നതിനായി ഒരു കീറിയ തുണിക്കഷ്ണം, കീറിയ തുണിയുടെ കീറൽ മാറ്റുന്നതിന് അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള മറ്റൊരു തുണിക്കഷ്ണം, എംബ്രോയിഡറി ഹൂപ്പ്, മാർക്ക്, അളക്കുന്നതിനുള്ള സ്കെയിൽ, നൂലും കത്രികയും. ഒരു ഡാണിംഗ് ഫുട്ട് ഉപയോഗിച്ച് എങ്ങനെ ഒരു തുണി മെൻഡ് ചെയ്യാമെന്ന് പഠിക്കുന്നതിലൂടെ നമുക്ക് ആരംഭിക്കാം. നോർമൽ പ്രസർ ഫുട്ട് മാറ്റി ഡാണിംഗ് ഫുട്ട് ഘടിപ്പിക്കുക. ഞാനിതെങ്ങനെ ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡാണിംഗ് ഫുട്ടിന്റെ ലോങ് ആം നീഡിൽ ക്ലാമ്പ് സ്ക്രൂവിൽ ചേർന്നിരിക്കുന്ന വിധം മെഷീനിലേക്ക് ഡാണിംഗ് ഫുട്ടിന്റെ വെളുത്ത ഭാഗം സ്ക്രൂ ഉപയോഗിച്ച് ഇതുപോലെ ഘടിപ്പിക്കുക. ഫുട്ട് ഘടിപ്പിച്ചതിന് ശേഷം നീഡിൽ പ്ലേറ്റിൽ നിന്നും ഫീഡ് ഡോഗ് നീക്കം ചെയ്യുക. അതിനായി മെഷീനിന്റെ മുൻഭാഗം തുറന്നിട്ട് ഇതുപോലെ ഫീഡ് ഡോഗ് പുറത്തേക്ക് വലിച്ചെടുക്കുക. ദാ ഇതേപോലെ. എന്നിട്ട് മുൻവശം അടയ്ക്കുക. ഇനി നിങ്ങളുടെ മെഷീൻ സജ്ജമാക്കുക. ത്രെഡ് ടെൻഷൻ 3നും 4നും ഇടയിൽ സെറ്റ് ചെയ്യുക. പാറ്റേൺ ഡയലിൽ സ്റ്റിച്ച് എ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റിച്ച് ലെങ്ത് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കീറിയ തുണിക്കഷ്ണം എടുത്തിട്ട് അതിനോട് സാമ്യതയുള്ള പാച്ച് തുണി എടുത്തിട്ട് കീറിയതിന്റെ അടിയിൽ വെക്കാം. കൃത്യമായി യോജിപ്പിച്ച തുണിക്കഷ്ണങ്ങൾ ഡാണിംഗ് ഫുട്ടിന്റെ അടിയിൽ വെക്കുക. സൂചി താഴ്ത്തിയിട്ട് തയ്ച്ചു തുടങ്ങുക. ആദ്യം ചെറിയ തുണിക്കഷ്ണം ചേർന്നിരിക്കും വിധം കീറലിന്റെ നീളത്തിലൂടെ മുകളിലേക്കും താഴേക്കും കുറുകെയും തയ്ക്കുക. ലംബമായുള്ള തുന്നലുകൾ കഴിഞ്ഞെങ്കിൽ ഈ തുന്നലുകൾ ബലവത്താക്കുന്നതിനായി സമാന്തരമായ തുന്നലുകൾ കൂടി ചെയ്യുക. അതിനായി പ്രസർ ഫുട്ട് ഉയർത്തിയതിനു ശേഷം തുണി 90 ഡിഗ്രി തിരിക്കുക. പ്രസർ ഫുട്ട് താഴ്ത്തി ദ്വാരത്തിന് സമാന്തരമായി തുന്നാൻ തുടങ്ങുക. ദ്വാരം കൃത്യമായി തുന്നലുകളാൽ ചേർന്നു കഴിഞ്ഞാൽ അധികമുള്ള നൂലുകൾ മുറിച്ചു കളയുക. തുന്നി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പഠിച്ചതിന്റെ ആകാംക്ഷയിൽ നിന്ന് മോചിതരായി കഴിയുമ്പോൾ ഒരു ദീർഘശ്വാസം എടുക്കുക. കാരണം ഈ ഫുട്ടിന് ഒരു ഉപയോഗം കൂടിയുണ്ട്. ഫ്രീ മോഷൻ എംബ്രോയിഡറിക്കായി നിങ്ങൾ അത് തീർച്ചയായും പഠിച്ചിരിക്കണം. പ്രാക്ടീസിനായി എടുത്തിട്ടുള്ള തുണിയുടെ നടുഭാഗത്ത് 6 സെന്റിമീറ്ററിന്റെ ചതുരം വരയ്ക്കുക. ചതുരം വരച്ചതിന് ശേഷം തുണിക്കഷ്ണം ഹൂപ്പ് അപ്പ് ചെയ്യുക. ഹൂപ്പിന്റെ 2 വളയങ്ങൾ അൺസ്ക്രൂ ചെയ്യുക. പുറത്തുള്ള സ്ക്രൂ ഘടിപ്പിച്ചിട്ടുള്ള വളയം ആദ്യം വെക്കുക. അതിന്റെ മുകളിൽ തുണിക്കഷ്ണം വെക്കുക. അതിനുശേഷം ചെറിയ വളയം തുണിക്കഷ്ണം 2 ഫ്രെയിമുകൾക്കിടയിൽ വരത്തക്ക വിധം മുകളിൽ വയ്ക്കുക. തുണി കൃത്യമായ സ്ഥലത്തിരിക്കുന്നതിനായി സ്ക്രൂ മുറുക്കുക. നമ്മളിപ്പോൾ ചതുരത്തിനുള്ളിൽ ഡാണിംഗ് ഫുട്ട് ഉപയോഗിക്കുന്നത് പരിശീലിക്കുന്നതിന് തയ്യാറായി കഴിഞ്ഞു. ഹൂപ്പ് മെഷീന്റെ അടിയിൽ വെച്ചിട്ട് ചതുരത്തിന് മുകളിൽ സൂചി വെക്കുക. തുന്നുന്നതിന് മുൻപ് സൂചി താഴെയാണെന്ന് ഉറപ്പുവരുത്തുക. ചതുരത്തിനുള്ളിൽ നേർരേഖയിൽ തുന്നുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്കത് പെട്ടെന്ന് സാധ്യമാക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ദിശയിലേക്കും തുന്നുന്നതിന് വേണ്ടി ഫ്രെയിം ചലിപ്പിക്കാൻ ഈ ഫുട്ട് സഹായിക്കുന്നു. നിങ്ങൾ ചതുരത്തിന്റെ അവസാനം എത്തിയാൽ ഫ്രെയിം വിപരീത ദിശയിൽ ചലിപ്പിക്കുക. അപ്പോൾ പുറകിലേക്കുള്ള തുന്നലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മുകളിലേക്കും താഴേക്കും തയ്ക്കുന്നത് തുടരുക. നേർരേഖയിൽ തയ്ക്കാൻ വൈദഗ്ധ്യം നേടിയാൽ നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. വേഗത്തിൽ തുന്നുമ്പോൾ അത് നിങ്ങളുടെ സ്റ്റിച്ച് ലെങ്ത് വലുതാക്കും. നിങ്ങൾക്കിത് സ്വായത്തമായി കഴിഞ്ഞാൽ ലൈനുകൾ അടുപ്പിച്ചു തുന്നുക. നേർരേഖയിൽ തയ്ക്കുവാൻ നിങ്ങൾ സമർത്ഥരായി കഴിഞ്ഞാൽ ഹൂപ്പ് ചലിപ്പിച്ചുകൊണ്ട് വളവുകൾ തുന്നുക. ഇത് രസകരമല്ലേ?
നിങ്ങൾ ഇപ്പോൾ തുന്നിയ ഈ അലങ്കോലമായ രേഖകളും ഒരു കലാസൃഷ്ടി പോലെ തന്നെയല്ലേ? ഇപ്പോൾ നിങ്ങൾ നേർരേഖയും വക്രരേഖയും ഉപയോഗിച്ച് എങ്ങനെ ഫ്രീ മോഷൻ എംബ്രോയിഡറി ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞു. പഴയ പാറ്റേണുകൾ ഉപയോഗിച്ച് പരിശീലിക്കുക. നിങ്ങൾക്ക് ഈ രീതി ഏത് തരത്തിലുള്ള ഫ്രീ മോഷൻ എംബ്രോയിഡറിക്കും ഉപയോഗിക്കാവുന്നതാണ്. സർഗശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ തന്നെ കലാസൃഷ്ടികൾ നിർമ്മിക്കൂ. ഡാണിംഗ് ഫുട്ടിന്റെ ബഹുവിധ നൈപുണ്യത്താൽ ആനന്ദിക്കൂ. കർമ്മോത്സുകരാകൂ. ഡിസൈനുകൾ, മാതൃകകൾ, ക്ഷേത്രഗണിതങ്ങൾ എന്നിവയിൽ നിങ്ങളുടെ ഡാണിംഗ് നൈപുണ്യം പരിശോധിക്കൂ. ഈ ഒരു ഫുട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഡെനിമുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസറ്റിൽ പഴക്കം ചെന്ന് വിരസമായിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കോ നിങ്ങളുടേതായ എംബ്രോയിഡറിയുടെ ഒരു പുതിയ അലങ്കാരം നൽകുന്നതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വസ്ത്രങ്ങളിൽ കലാസൃഷ്ടികൾ നൽകുന്നതിന് ഡാണിംഗ് ലൈനുകൾ ഉപയോഗിക്കാം.